Hi dears, it's me Amaluz. Welcome to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കേട്ടോ. നമ്മുടെ കുർത്തിയിൽ ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ്. നമ്മളിത് ചെയ്തേക്കുന്നത് റിബണും പിന്നെ നമ്മുടെ ആങ്കർ ത്രെഡും ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയലാണ്. ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തതായിരുന്നു ഇത്, പക്ഷേ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയ സ്ഥിതിക്ക് ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കറക്റ്റായിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ ഒന്നും പഠിച്ച് ചെയ്യുന്നതല്ല, നമ്മുടെ കണ്ടിട്ട് അതുപോലെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നത് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് എത്ര അറിയത്തില്ലാത്തവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഒത്തിരി പഠിക്കാനൊന്നുമില്ല, ഇത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇത് കാണാനും. അപ്പോൾ ഞാൻ റെഡിലൊരു വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തപ്പോൾ നല്ല ഭംഗിയാണ് കിട്ടിയത് കേട്ടോ. നിങ്ങൾ ഔട്ട്ലുക്ക് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് ഫ്ലവറാണ്. ഫ്ലവർ നമ്മൾ റിബൺ കൊണ്ടാണ് ചെയ്യുന്നത്, വൈറ്റ് റിബണാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് റോസ് പോലെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് പോലെ ഒന്ന് വരച്ചെടുക്കാം. ആ റൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് 5 പെറ്റൽസ് വരുന്ന പോലെ ഇതേപോലെ 5 എണ്ണം ഞാൻ ഈ തയ്ച്ചെടുക്കുന്ന പോലെ 5 വരകൾ പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരേപോലെ വരാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പം 5 എന്നുള്ളത് മാറിപ്പോകരുത്. 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് റോസ് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം റിബൺ കൊണ്ട് ഇതിനുള്ളിലൂടെ കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റിബണാണ് ചെയ്യണത്. അപ്പോൾ റിബൺ ഇതേപോലെ നമ്മൾ എടുക്കുക. അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ റിബൺ കുത്തിയെടുത്തതിന് ശേഷം അതിനോട് അടുത്ത് വരുന്ന ആ ഒരു നൂലിൻ്റെ അടുത്ത നൂലിനുള്ളിലൂടെ വേണം കടത്തിയെടുക്കാൻ. അതേപോലെ നമ്മൾ ഒന്നിടവിട്ട് കടത്തി ഇതുപോലെ എടുക്കാം. അതായത് അടുപ്പിച്ചടുപ്പിച്ചുള്ള നൂലിൻ്റെ അടിവഴി കടത്തി എടുക്കരുത്. ഒന്നിടവിട്ടുള്ള നൂലിൻ്റെ അടിയിൽ കൂടി ഇതേപോലെ റിബൺ മുഴുവനായിട്ടും ഒന്ന് കടത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഒരെണ്ണം നമ്മുടെ ആ ഒരു സ്റ്റെം സ്റ്റിച്ചിനോട് ചേർന്നിട്ടുള്ളതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അടുത്തത് വരുമ്പോൾ അതിൻ്റെ അടുത്തൂടെ ഉള്ളത് വേണം കടന്നു പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇത് പഠിക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ആർക്കും ചെയ്യാവുന്ന അടിപൊളി ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളറിൽ വേണേലും ഏത് കളറിലുള്ള ചുരിദാറിൻ്റെ തുണിയിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ചേരുന്ന മറ്റൊരു കളറിലുള്ള ഈ ഡിസൈൻ വർക്കുകൾ ചെയ്യാനുള്ള റിബണും നൂലും എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊരു മേളിലേക്ക് കൊടുത്തിരുന്ന റോസിലും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ലീഫാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലീഫിൻ്റെ സ്റ്റിച്ച് പല രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നോക്കുക, എന്നിട്ട് അതിനുശേഷം അതേപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ചാനൽ 1K കഴിഞ്ഞിട്ടുണ്ട്, 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. അതിൽ പറഞ്ഞറിയിക്കാനാകാത്ത അത്ര നന്ദിയുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കടമ്പ കടന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും, ഈ 1000 പേരിലെ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് എടുത്ത് നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതേപോലെ എംബ്രോയ്ഡറി വീഡിയോസും അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സഹായിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ലീഫുകളും നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുത്തൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ചെറിയ നമ്മുടെ ഷുഗർ ബീഡ്സാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഈ ഒരു അറ്റത്ത് വരുന്ന നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ അറ്റത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അതൊക്കെ അങ്ങനെ ഓർഡറൊന്നും വേണമെന്നില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. ഇനി ബീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡുകളിൽ മാത്രം, അതായത് അറ്റം വശങ്ങളിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് നമ്മുടെ നെക്കിൻ്റെ താഴ്വശത്ത് നമ്മുടെ ചെസ്റ്റ് പോർഷനിലേക്ക് വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ഔട്ട്ലുക്ക് നിങ്ങൾ കണ്ടതാണല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ല വീഡിയോസായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.